എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇന്ന് അപ്പവും മുട്ടക്കറിയാണ് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ഈ മുട്ടക്കറി എന്ന് പറഞ്ഞാൽ ഇച്ചാൻ്റെ വീട്ടിൽ മമ്മിയൊക്കെ വെക്കുന്ന ഒരു രീതിയിലുള്ള മുട്ടക്കറിയാണ് കേട്ടോ ഇത്. വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട്, വിനാഗിരി ഒത്തിരിയല്ല, ആവശ്യത്തിന് കുറച്ച് ഒഴിക്കുക. അപ്പോൾ അങ്ങനെ ഒരു കറിയാണ്. അപ്പോൾ ഇത് ആദ്യം എണ്ണയൊക്കെ ഒന്ന് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ജീരകം ഇട്ട് പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് മൂപ്പിച്ചിട്ട് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇത്രയായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും. ഒരു മഞ്ഞ കളർ അടിക്കുന്ന കറിയാണ് കേട്ടോ. മുളക് പൊടി നമ്മൾ ഇതിനകത്ത് ചേർക്കാറില്ല. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പൊക്കെ ഒഴിച്ചിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. വിനാഗിരി, ചൊറുക്ക, അങ്ങനെ പല പേര് പറയും. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കണം. പിന്നെ അതിനുശേഷം നമ്മൾ പുഴുങ്ങി വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങില്ലേ അരിഞ്ഞ് വെച്ചേക്കുന്നത്, അത് ഇട്ട് കൊടുക്കണം. പിന്നെ മുട്ട എന്നിങ്ങനെ വരഞ്ഞിട്ട് അതും കൂട്ടി ഇട്ട് കൊടുത്താൽ കറി റെഡിയാണ് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ആയതുകൊണ്ട് നല്ല കൊഴുപ്പുണ്ടാവും കറിക്ക്. അപ്പോൾ നല്ല ഇതാണ്. അപ്പോൾ മുട്ടയുടെ കൂടെയാണേലും അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ വിനാഗിരി വരുന്നത് കൊണ്ടൊരു പുളിപ്പാണ്. അപ്പോൾ വിനാഗിരിയുടെ അളവ് നിങ്ങൾക്ക് കുറച്ചിട്ടാൽ മതി. അപ്പോൾ അധികം പുളിപ്പ് വരത്തില്ല. അപ്പം നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ അതായിരുന്നു ഇന്ന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ഇച്ചാൻ്റെയൊക്കെ വീട്ടിലെ മിക്കപ്പോഴും ഉള്ള അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഉണ്ടാക്കുന്ന കറിയാണ് കേട്ടോ. അപ്പോൾ ഇച്ചാനാണ് ഈ കറി ഉണ്ടാക്കിയത്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ.